കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിച്ച പിടലി നാടകത്തിന്റെ വേദി മാറുകയാണ്. ഇനി തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, പരിയാരം മെഡിക്കൽ കോളേജില് കഴുത്തിനേറ്റ ക്ഷതം മൂലം അത് എങ്ങനെ സംഭവിച്ചു, എവിടെ വെച്ച് സംഭവിച്ചു, ആരാണ് അതിന് കാരണക്കാര്, അതൊന്നും ഇപ്പോഴും വ്യക്തമല്ല. എന്തായാലും ക്ഷതമുണ്ടെന്നാണ് ചികിത്സ നടത്തുന്ന വിദഗ്ധ സംഘം പറയുന്നത്. എന്തായാലും ഈ ക്ഷതത്തിന്റെ ചികിത്സയുമായി പരിയാരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ഇന്ന് കൊച്ചുവെളുപ്പാങ്കാലത്ത് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. പിന്നീട് തിരുവനന്തപുരത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ വരുന്നു എന്നുള്ളതാണ് പ്രധാനം. അവരുടെ ഔദ്യോഗിക കാറിൽ, പ്ലീസ് നോട്ട് ദ പോയിന്റ്, റോഡ് മാർഗമാണ് വരുന്നത്. ഇനി ചികിത്സ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. കൊച്ചുവെളുപ്പാങ്കാലം എന്ന് പറയുമ്പോൾ അതിരാവിലെ 4 മണിക്ക്, എവിടെയെങ്കിലും കേട്ടിട്ടുള്ള കാര്യമാണ്, 4 മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു. ഉടനെ തന്നെ 1 മിനിറ്റ് കളയാതെ തിരുവനന്തപുരത്തേക്ക് വെച്ചുപിടിക്കുന്നു. പരിയാരം മെഡിക്കൽ കോളേജിലെ വേദി അത്ര പോരാ. തിരുവനന്തപുരത്താകുമ്പോൾ വളരെ അത്യന്താധുനികമായ സ്റ്റേജ്, രംഗസജ്ജീകരണങ്ങള്, മികച്ച ലൈറ്റിങ്, മറ്റ് ഏറ്റവും പുതിയ സാങ്കേതിക സൗകര്യങ്ങള്, നല്ല ഒന്നാന്തരം ഓഡിറ്റോറിയം, ധാരാളം പേർക്ക് ഇരുന്ന് നാടകം കാണാവുന്ന ഓഡിറ്റോറിയം. അതുകൊണ്ടാണ് പരിയാരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഈ നാടകവേദി മാറുന്നത്. നാടകം സെയിമാകട്ടോ, പഴയ നാടകം തന്നെ, പക്ഷെ ഇതിനകം പൊളിഞ്ഞ് പാളിസായ നാടകമാണ്. എന്തെങ്കിലും മാറ്റം കിട്ടും, മെച്ചം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് നാടകവേദി തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത്. VIP-മാര് ചികിത്സയിലാകുമ്പോഴേ ആശുപത്രി ഓരോ ദിവസവും ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കും. അവരുടെ ശാരീരിക അവസ്ഥ, ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്, രോഗാവസ്ഥ എങ്ങനെ നിൽക്കുന്നു എന്നൊക്കെയായിരിക്കും അതിൽ പറയുക. നമ്മുടെ വീണ മന്ത്രിയുടെ ചികിത്സ സംബന്ധിച്ച മെഡിക്കൽ ബുള്ളറ്റിനും ഇന്നലെ രാത്രി പുറത്തിറങ്ങിയായിരുന്നു. അതിൽ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. നിലവിലെ ശാരീരിക അവസ്ഥയിൽ യാത്ര അസാധ്യമായതിനാൽ ചികിത്സ പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ തുടരും. പരിയാരത്ത് ചികിത്സ തുടരണമെന്ന് നിർബന്ധമുണ്ടായിട്ടൊന്നും അല്ല കേട്ടോ. പക്ഷെ ഇപ്പൊ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ദീർഘയാത്രയാണല്ലോ. അത് സാധ്യമാകാത്തതുകൊണ്ട് ശാരീരിക അവസ്ഥ ഒരു ദീർഘയാത്രയ്ക്ക് പറ്റിയതല്ലാത്തതിനാൽ, അതിന് അനുവദിക്കുന്നതല്ലാത്തതിനാൽ പരിയാരത്ത് ചികിത്സ തുടരും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് രാവിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം എന്താ പറയുന്നത്? ഇന്നലെ രാത്രി കൊണ്ട്, അതായത് ഈ ബുള്ളറ്റിൻ പുറപ്പെടുവിച്ചതിന് ശേഷം ഈ വെളുപ്പാങ്കാലത്ത് 4 മണി വരെയുള്ള സമയത്ത് ഒരു അത്ഭുത രോഗശാന്തി മന്ത്രിക്ക് സംഭവിച്ചിരിക്കുന്നു. ഇതിന് പിന്നില് തങ്കു ബ്രദറിന്റെ സ്വർഗീയ വിരുന്നാണോ അതോ പാസ്റ്റർ ജോൺ താരുവാണോ, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. അതിനെ തുടർന്നാണ് നമ്മുടെ മന്ത്രിയെ തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നതിന് തീരുമാനിച്ചത്. പരിയാരത്തെ ICUവില് വളരെ സന്തോഷമായിട്ട് ഖുഷിയായിട്ട് കഴിഞ്ഞ നമ്മുടെ മന്ത്രിയാണ്. CPM-ന്റെ നേതാക്കന്മാർ വരുന്നു, ഓറഞ്ചും ആപ്പിളും ഒക്കെ കൊണ്ടുവരുന്നുണ്ടാവും. അങ്ങനെയാണല്ലോ നമ്മുടെ ഈ രോഗികളെ കാണാൻ പോകുന്നതിന്റെ ഒരു ഇത് എന്ന് പറയുന്നത്. അവർ വരുന്നു, സന്തോഷം പറയുന്നു, രാഷ്ട്രീയമൊക്കെ ചർച്ച ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന നാടകത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് ചിരിക്കുന്നു. നമ്മളവരെ പറ്റിച്ച്, നാട്ടുകാരെ പറ്റിച്ച് എന്ന് പരസ്പരം പറഞ്ഞ് സ്വയം അഭിമാനിക്കുന്നു. ഇതൊന്നും കൂടാഞ്ഞ് അവിടുത്തെ ആരോഗ്യ പ്രവർത്തകരെ, നഴ്സുമാരടക്കമുള്ളവരുമായിട്ട് തോളിൽ കൈയിട്ട് സെൽഫി എടുക്കുന്നു. അങ്ങനെ വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞതാണ്. അപ്പോഴാണ് പെട്ടെന്ന് വെളുപ്പാങ്കാലമായപ്പോഴത്തേക്കും അക്ഷരാർത്ഥത്തിൽ അവരെ തിരുവനന്തപുരത്തേക്ക് കടത്തിക്കൊണ്ടു പോകുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലെ ചേതോവികാരവും നമുക്കറിയത്തില്ല. ഗവൺമെന്റിന്റെ തീരുമാനമായിരിക്കും. ഈ നാടകം സംവിധാനം ചെയ്തവരുടെ ഏറ്റവും അവസാനത്തെ ഒരു അടവായിരിക്കാം ഒരുപക്ഷെ ഈ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നത്. സാധാരണഗതിയിൽ ICUവിൽ ചികിത്സയിൽ കിടക്കുന്ന ഒരു രോഗിയെ വെളുപ്പാങ്കാലത്ത് 4 മണിക്കൊന്നും ആരും ഡിസ്ചാർജ് ചെയ്യാറില്ല. രോഗം ഭേദമാകുന്നു എന്ന് തോന്നിയാൽ, അങ്ങനെയാണല്ലോ രാവിലെ ഡോക്ടർമാർ പറഞ്ഞത്, അത്ഭുതകരമായ രീതിയിൽ ആരോഗ്യനിലയിൽ മാറ്റം വന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഒരു മുറിയിലേക്ക് മാറ്റും. പേവാടൊക്കെ ഉണ്ടല്ലോ, നല്ല മുറികളൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ മാറ്റും. അതിനുശേഷം 1-2 ദിവസം കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്യും. ഇനി അത്യാസന്ന നിലയിലുള്ള രോഗിയാണെങ്കിൽ സമയം നോക്കിയിട്ട് ഒരു കാര്യവുമില്ല. ഏത് സമയത്താണായാലും, കൂരാപ്പിനായാലും, വെളുപ്പാങ്കാലമായാലും, നട്ടുച്ചയ്ക്കായാലും രോഗിയെ കൂടുതൽ ചികിത്സ, മെച്ചപ്പെട്ട ചികിത്സ കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറ്റാൻ എല്ലാ അവകാശങ്ങളുണ്ട്. രോഗിക്ക് അവകാശമുണ്ട്, രോഗിയുടെ ബന്ധുക്കൾക്ക് അവകാശമുണ്ട്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്നലെ രാത്രിയിലത്തെ ബുള്ളറ്റിനിൽ പറയുന്നത് ശാരീരിക സ്ഥിതി യാത്രയ്ക്ക് അനുയോജ്യമല്ലെന്ന്, ശരീരസ്ഥിതി വളരെ മോശമാണെന്ന്, യാത്ര ചെയ്യാൻ പാടില്ലെന്ന്. പക്ഷെ രാവിലെ ആയപ്പോഴത്തേക്ക് മെച്ചപ്പെടുകയാണ്. അങ്ങനെയാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. ഇനി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നു വിചാരിക്കുക. ഈ പരിയാരം എന്ന് പറയുന്നതും നമ്മുടെ സർക്കാരിന്റെ മെഡിക്കൽ കോളേജാ, കണ്ണൂരിലെ മെഡിക്കൽ കോളേജാ. CPM-ന്റെ പ്രത്യേക പരിലാളന അനുഭവിക്കുന്ന ഒരു ആശുപത്രിയാ. MP രാഘവന്റെ പിടിച്ചു വാങ്ങിച്ചതാ. പക്ഷെ അത് വേറെ കാര്യം. ഇപ്പൊ MP രാഘവന്റെ മകനൊക്കെ കൂടെ ഉള്ളത് കൊണ്ട് അതിന്റെ ഒരു തുടർച്ച നമുക്ക് ഇപ്പൊ അവകാശപ്പെടുകയും ചെയ്യാം. എന്തായാലും പരിയാരത്ത് നിന്ന് എന്തിനാ കൊണ്ടുവന്നത്? പരിയാരം എന്താ അത്രയ്ക്ക് മോശമാണോ? നമ്പർ 1 മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് ഈ പരിയാരം എന്ന് പറയുന്നത്. അവിടെ ചികിത്സയിൽ കഴിയുന്നത് നമ്മുടെ മന്ത്രി. സാധാരണ പേഷ്യന്റ് അല്ലല്ലോ.
സാധാരണ രോഗിക്ക് കിട്ടാത്ത എല്ലാ പരിഗണനയും പരിചരണവും അവിടെ ലഭിക്കുമെന്ന് ഉറപ്പാണല്ലോ. എന്നിട്ടും എന്തിനാണ് ഈ വെളുപ്പാങ്കാലത്ത് ആരും അറിയാതെ, അറിഞ്ഞത് വളരെ ചുരുക്കം പേരാ, ഇത് തീരുമാനിച്ച ചിലരും ആശുപത്രിയിലെ ഡോക്ടർമാരടക്കമുള്ള ജീവനക്കാരും. ആ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് ഇവരെ തിരക്ക് പിടിച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത്? ഇനി കൊണ്ടുപോകാൻ അങ്ങ് തീരുമാനിച്ചാൽ കണ്ണൂരിൽ നിന്ന് വിമാനമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിർമ്മിച്ച ഒരു വിമാനത്താവളം അവിടെ സുസജ്ജമായിട്ട് നിൽക്കുന്നു. ഇനി അതല്ലെങ്കിൽ നമ്മുടെ സർക്കാർ കനത്ത വാടക കൊടുത്ത് ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തുകൊണ്ട് ഇട്ടിട്ടുണ്ട്. അത് എയർ ആംബുലൻസ് ആയിട്ട് ഉപയോഗിക്കാം. അതിനാരും കുറ്റം പറയത്തില്ല. നമ്മുടെ ആരോഗ്യ മന്ത്രിയുടെ ആരോഗ്യവും ജീവനും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായതുകൊണ്ട് അവർക്ക് കൂടുതൽ മികച്ച ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തേക്ക് എയർ ആംബുലൻസിൽ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ഒറ്റ കുഞ്ഞു പോലും, ഈ കരിങ്കൊടി കാണിച്ച KSU പ്രവർത്തകർ പോലും അതിനെ വിമർശിക്കത്തില്ല. പിന്നെ എന്തിനാണ് ഇതുപോലെ യാത്ര ചെയ്യാൻ പാടില്ലാത്ത മന്ത്രിയെ അവരുടെ ഔദ്യോഗിക വാഹനത്തിൽ റോഡ് മാർഗം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത്? ഒരു ഇന്നോവ ക്രിസ്റ്റൽ കാറ് കണ്ണൂരിൽ നിന്ന് പരിയാരത്ത് നിന്ന് തിരുവനന്തപുരത്ത് എത്താൻ എത്ര മണിക്കൂർ വേണം എന്ന് നമുക്ക് കണക്കാക്കാവുന്നതേ ഉള്ളൂ. 10 മുതൽ 12 മണിക്കൂർ വരെ എടുക്കുമെന്നാണ് ഗൂഗിൾ പറയുന്നത്. ഇത് രോഗാവസ്ഥയുള്ള മന്ത്രിയെയും കൊണ്ടുള്ള യാത്രയായതുകൊണ്ട് പെടലിക്ക് വല്ലാത്ത വേദനയാണ്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള ഒരു രോഗിയെയും കൊണ്ട് പോകുമ്പോൾ ഈ സാധാരണ വേഗതയിലോട്ട് യാത്ര ചെയ്യാനും പറ്റില്ല, കാർ ഓടിക്കാനും സാധിക്കില്ല. അപ്പൊ എത്ര മണിക്കൂർ എടുക്കും? പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു ഇത്? വിമാനമോ അല്ലെങ്കിൽ എയർ ആംബുലൻസോ? ഈ മാർഗങ്ങളൊന്നും പരീക്ഷിക്കാതെ റോഡ് വഴി എന്തിനാണ് കൊണ്ടുപോയത്? അപ്പൊ അവർക്ക് കാര്യമായ രോഗമൊന്നും ഇല്ലേ? അവരെ KSUക്കാർ ആക്രമിച്ച്, എന്തോ ആയുധം കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ എന്താണ് വാസ്തവ സ്ഥിതി എന്ന് ആളുകള് ചോദിച്ചു പോകും. വേണമെങ്കിൽ ഇതുപയോഗിച്ച് നാളെ ഒരു ക്യാപ്സ്യൂൾ ഇറക്കാവുന്നതേ ഉള്ളൂ. അതായത് നോക്കൂ, യാത്ര ചെയ്യാൻ സാധിക്കാതെ ഇരുന്ന ഞങ്ങളുടെ മന്ത്രിയെ, ഞങ്ങളുടെ ഗവൺമെന്റിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയെ ഞങ്ങള് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് റോഡ് മാർഗം കൊണ്ടുപോയി. അത്രയ്ക്ക് മേത്തരമാണ് നമ്മുടെ റോഡുകൾ. അമേരിക്ക, കാനഡ, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളിലെ റോഡുകളെക്കാൾ മികച്ച റോഡുകൾ എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു കാപ്സ്യൂൾ ഇറക്കാമെന്നതിനപ്പുറത്ത് ഈ ട്രാൻസ്ഫറിന്റെ പിന്നില്, അല്ലെങ്കിൽ മന്ത്രിയെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയതിന്റെ പിന്നിലെ രഹസ്യം അല്ലെങ്കിൽ അതിന്റെ മർമ്മം എന്താണ് എന്നുള്ളത് വളരെ വളരെ സംശയാസ്പദമാണ്. അതാ പറയുന്നത്, എന്തോ ചില ദുരൂഹതകൾ, സംശയാസ്പദമായ ചില വസ്തുതകൾ ഇതിന്റെയൊക്കെ പിന്നിലില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ്. ഈ നാടകം അതിന്റെ തുടക്കത്തിൽ സംവിധാനം ചെയ്തത് 2 പ്രഗത്ഭ ഡോക്ടർമാരായ AN ഷംസീറും അതുപോലെ പിണറായി വിജയനുമാണ്. രോഗനിർണയം ആദ്യം നടത്തുന്നത് ഷംസീറ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ, 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ പരിക്കുണ്ടെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് സീനിയർ ഡോക്ടറായ പിണറായി വിജയനെ ടെലിഫോണിൽ വിളിച്ച് അറിയിക്കുന്നു. അദ്ദേഹം അവിടെ നിന്ന് ഷംസീറിന്റെ രോഗനിർണയം ശരിവെക്കുകയും രോഗിയെ ആശുപത്രിയിലേക്ക് മാറ്റാൻ നിർദ്ദേശം നൽകുകയുമാണ് ചെയ്തത്. പിന്നീട് പല സംവിധായകർ വന്നു കേട്ടോ. നമ്മുടെ MV ഗോവിന്ദൻ മാർക്സ്, നമ്മുടെ MV ജയരാജൻ, മന്ത്രിമാര്, ഇവരൊക്കെ അവരുടേതായ രീതിയിൽ അവരുടെ കഴിവനുസരിച്ച് ഈ നാടകത്തിന്റെ സംവിധാനത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ സംശയമില്ല. പക്ഷെ നാടകം പൊളിഞ്ഞ് പാളീസായിപ്പോയി. ഒറ്റ ദിവസം കൊണ്ട്, ഒരു രാത്രിയും ഒരു പകലും കൊണ്ട് സംഭവം കീറിപ്പറിഞ്ഞു പോയി. ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത് എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷയില്ല. കണ്ണൂർ നാടകവേദി പറ്റത്തില്ല, അതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് മാറ്റുക. സത്യം പറഞ്ഞാല് ഈ രോഗാവസ്ഥയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ആഫീസിൽ വന്ന് ജോലി തുടങ്ങുമ്പോൾ നമ്മുടെ വീണ ജോർജ് മന്ത്രി സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിക്കണം, എന്താണ് സംഭവിച്ചത്? എന്നെ വെറും ഇരയാക്കുകയായിരുന്നില്ലേ? കണ്ണൂരിലെ CPMന്റെ രാഷ്ട്രീയ കളികൾക്ക് തന്നെ ഒരു കരുവാക്കുകയായിരുന്നില്ലേ എന്ന് ആലോചിക്കേണ്ടത്, ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തേണ്ടത് മറ്റാരുമല്ല, വീണ ജോർജ് മന്ത്രിയാണ്. വീണ ജോർജ് MLA ആയി 2ാമത്തെ ടേമിൽ മന്ത്രിസ്ഥാനം ലഭിച്ച ആളാണ്. അവരുടെ പ്രവർത്തനത്തെ പറ്റി, പെർഫോമൻസിനെ പറ്റി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ അവര് ഏതാണ്ട് 5 വർഷം ഈ മന്ത്രിസ്ഥാനത്ത് പൂർത്തിയാക്കുമ്പോഴേ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ സംഭവിച്ചതുപോലെയുള്ള അഭിമാനക്ഷതം, നാണക്കേട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആരായിരുന്നു അതിന്റെ പിന്നിൽ? ആരുടെ രാഷ്ട്രീയ ഗൂഢ ലക്ഷ്യങ്ങളായിരുന്നു, ഉദ്ദേശങ്ങളായിരുന്നു അവരെ ഈ പരിതാപകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോയതെന്ന് അവർ തന്നെയാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ചിന്തിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം അവർ പണ്ടൊരു മാധ്യമ പ്രവർത്തിയായിരുന്നു. ഒരു മാധ്യമ പ്രവർത്തകരുടെ മനസ്സ് ഇപ്പോഴും അവര് സൂക്ഷിക്കുന്നുണ്ടാവണം. ഈ നാടകത്തിലെ ഒരു പ്രധാന നടൻ എന്ന് പറയുന്നത് നമ്മുടെ പോലീസാ, കേരള പോലീസ്, അവരുടെ റെയിൽവേ പോലീസാ. അവരെ ഒരു ദിവസം കഴിഞ്ഞപ്പോഴേക്കും വെറും വിദൂഷക വേഷത്തിലെ കോമഡി കഥാപാത്രത്തിന്റെ ലെവലിലേക്ക് തരം താണിരിക്കുക. കൊല്ലടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് എന്തോ ആയുധവുമായി KSU പ്രവർത്തന മന്ത്രിയുടെ കഴുത്തിനെ ആക്രമിച്ചു എന്നാണ് കേരള പോലീസിലെ FIR എഴുതുന്ന വിദഗ്ധന്മാര് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വിഷ്വൽസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. അതില്
വളരെ പതുങ്ങിയ സ്വരത്തിൽ നമ്മുടെ മന്ത്രി വീണ ജോർജ് മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നത് വരെ വളരെ കൃത്യമായിട്ട് കേൾക്കാം, ലെജിബിൾ ആയിട്ട് കേൾക്കാം. പക്ഷെ അവിടെ ഒന്നും കൊല്ലടാ എന്ന് പറയുന്ന ഒരു വാക്ക്, ഒരു ആക്രോശം നമ്മൾ കേൾക്കുന്നില്ല, കാണുന്നില്ല. ഏതെങ്കിലും ഒരു KSU പ്രവർത്തകൻ മന്ത്രിയുടെ സമീപത്തേക്ക് ചെല്ലുന്നത് പോലും കാണാനില്ല. MV ജയരാജൻ ഒരു വിഷയം ഇറക്കിയ ഒരു കാപ്സ്യൂൾ, അത് പൊളിഞ്ഞുപോയി. അത് മന്ത്രിയുടെ ഗൺമാൻ തന്നെയായിരുന്നു, കറുത്തുവിടപ്പെട്ട ഒരു ഗൺമാൻ തന്നെയായിരുന്നു. അത് ഇന്നലെ രാവിലെ തന്നെ ചീറ്റിപ്പോയി. അല്ലാതെ ഒരു തെളിവും കാണുന്നില്ല. പക്ഷെ ഈ FIR എഴുതി വെച്ച പോലീസ് യജമാനന്മാര് ഇപ്പൊ തെളിവിന് വേണ്ടി ഓടി കിടക്കുക. റെയിൽവേ സ്റ്റേഷനിലെ CCTV നോക്കി, അതിലൊന്നും കാണാനില്ല. എന്തെങ്കിലും തെളിവ് വേണ്ടേ? നിങ്ങള് കേരളത്തിലെ ജനങ്ങളോട് പറയാണ് 5 KSU പ്രവർത്തകര് കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയെ ആക്രമിച്ചു. എന്തോ ആയുധം കൊണ്ട്, കൈകൊണ്ടല്ല, മുഷ്ടി കൊണ്ടല്ല, എന്തോ ആയുധം കൊണ്ട് ആക്രമിച്ചു എന്ന് പറയുമ്പോ അവരെ കാണിക്കാൻ എന്തെങ്കിലും ഒരു ചീള് തെളിവ് വേണ്ടേ? അതിനുവേണ്ടി നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് അന്വേഷിച്ച് നടക്കുക. പ്രത്യേക അന്വേഷണ സംഘത്തെയൊക്കെ ചുമതലപ്പെടുത്തി എന്നൊക്കെ പത്രത്തിൽ കിടക്കുന്ന കണ്ടു. നമ്മുടെ ഡോക്ടർമാര് അവർ ഈ നാടകത്തിന്റെ ഭാഗമായിട്ട് വല്ലാത്ത സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പെടലിക്ക് ഒരു വേദനയുമായിട്ട് വരുന്ന ഒരാളെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ICU പ്രവേശിപ്പിക്കുന്നത്? സത്യം പറഞ്ഞാല് അവിടെ ഒരു രോഗിക്ക് ശരിക്കും ICU പരിചരണം കിട്ടേണ്ട ഒരു രോഗിയുടെ അവസരം ഇല്ലാതാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവരെ ICU പ്രവേശിപ്പിക്കുന്നു. MRI അടക്കമുള്ള ധാരാളം ടെസ്റ്റുകൾ നടത്തിയെന്ന് പറയുന്നുണ്ട്. ഈ ടെസ്റ്റുകളുടെ ഫലം ജനങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കണം, പൊതുസമൂഹത്തിന് മുമ്പിൽ പബ്ലിക് ഡൊമൈനിൽ വയ്ക്കണം. അത് രോഗിയുടെ പ്രൈവസിയാണ്, സ്വകാര്യതയിലുള്ള കടന്നുകയറ്റമാണെന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റത്തില്ല. നിങ്ങൾ 5 KSU പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു കേസും ഉണ്ടാക്കി മന്ത്രിയെ ആശുപത്രിയെ തിരിച്ച് ICU കിടത്തിയിട്ട് പരിശോധനകൾ നടത്തുമ്പോൾ, ടെസ്റ്റുകൾ നടത്തുമ്പോൾ അതിന്റെ ഫലം എന്തായിരുന്നു എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ആദ്യത്തെ ബുള്ളറ്റിൽ തന്നെ ഡോക്ടർമാർ പറഞ്ഞു ക്ഷതമേറ്റിട്ടുണ്ടെന്ന്. അത് എങ്ങനെ ഏറ്റു, എങ്ങനെ ഉണ്ടായി, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത്? ആർക്കും ഉത്തരമില്ല. അതിന്റെ കാരണം അന്വേഷിച്ച് കിടക്കുകയാണ് നമ്മുടെ ഡോക്ടർമാര്. അവരനുഭവിക്കുന്ന സമ്മർദ്ദം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞില്ലെങ്കിൽ അച്ഛൻ പട്ടിയിറച്ചി തിന്നും, സത്യം പറഞ്ഞാൽ അമ്മ അച്ഛന്റെ അടി കൊണ്ട് ചാവും എന്ന് പറഞ്ഞതുപോലെ ജനറൽ ആശുപത്രിയെ പ്രവേശിപ്പിച്ച ഒരു രോഗിയുടെ രോഗാവസ്ഥയെ കുറിച്ചുള്ള സത്യം പറയാൻ അവിടുത്തെ ഡോക്ടർമാരും പിന്നീട് പരിഹാരത്തെ ഡോക്ടർമാരും ഭയപ്പെടുകയാണ്. അവർ പറയില്ല. കാരണം ഇത് വലിയ ലക്ഷ്യങ്ങളോട് കൂടിയ ഒരു നാടകത്തിന്റെ, ആസൂത്രണത്തിന്റെ ഭാഗമാണ്. സത്യം പറഞ്ഞാല് അവിടെ കച്ചവടം തീരും. ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ഷംസീറിനും മിണ്ടാട്ടമില്ല. പറഞ്ഞല്ലോ, അദ്ദേഹമാണ് ആദ്യമായിട്ട് വീണ മന്ത്രിയുടെ രോഗം ഡയഗ്നോസ് ചെയ്യുന്നത്. അതിനെന്തെങ്കിലും റിവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതാ, ഒരു ഗുഡ് സർവീസ് എൻട്രിയെങ്കിലും. പക്ഷെ ഇന്നലെ ചേർന്ന കണ്ണൂർ CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് സാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ പോലും ഷംസീറിനെ പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന് സീറ്റില്ലെന്നാണ് പറയുന്നത്. ഷൈലിയ ടീച്ചർക്ക് സീറ്റില്ല എന്ന് പറയുന്നു. ഇനി കിട്ടണമെങ്കിൽ പിണറായി വിജയൻ കരിയണം, അല്ലെങ്കിൽ MV ഗോവിന്ദൻ മാഷ് വളരെ ബലപ്പെടുത്തി പറയണം ഷംസീറിന് സീറ്റ് കൊടുക്കണമെന്ന്. പക്ഷേ സ്വന്തക്കാർക്ക് സീറ്റ് തരപ്പെടുത്താനുള്ള തിരക്കില് ഷംസീറിന് വേണ്ടി സംസാരിക്കാൻ നമ്മുടെ ഗോവിന്ദൻ മാഷിന് സമയം കിട്ടുമോ എന്ന് അറിഞ്ഞുകൂടാ. ഇന്നലത്തെ മെഡിക്കൽ ബുള്ളറ്റിലെ ഏറ്റവും രസകരമായ ഐറ്റം, നമ്മുടെ മന്ത്രിക്ക് ഇപ്പോൾ അടിയന്തരമായ ശസ്ത്രക്രിയ ഒന്നും വേണ്ട എന്ന് ഡോക്ടർമാര് കണ്ടുപിടിച്ചു എന്നാണ്. നീരടക്കം കൊണ്ടോ പെടലി വെട്ടിയത് കൊണ്ടോ കഴുത്തുവേദനയുമായി ചെല്ലുന്ന ഒരു രോഗിക്ക് എന്തിനാണ് ശസ്ത്രക്രിയ? അങ്ങനെ വേണ്ട എന്ന് തീരുമാനിച്ചതിലൂടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കത്രിക രക്ഷപ്പെടുത്തിയെടുത്തു എന്ന് മാത്രം കരുതിയാൽ മതി. അല്ലെങ്കിൽ എവിടെ ശസ്ത്രക്രിയ നടത്താൻ, എന്തിനു ചെയ്യാന്? സാധാ കഴുത്തുവേദന പറഞ്ഞല്ലോ, പല കാരണങ്ങളാലുണ്ടാവും. അതുമായി ചെന്ന ഉടനെ ആരെങ്കിലും ശസ്ത്രക്രിയയാണ്. പക്ഷെ പറയുന്നതിന് പിന്നിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ മന്ത്രിക്ക് വലിയ പ്രശ്നമായിരുന്നു, വലിയ കുഴപ്പമായിരുന്നു. പക്ഷെ ഞങ്ങളത് അവസാനം ശസ്ത്രക്രിയ, അടിയന്തര ശസ്ത്രക്രിയ വേണ്ട എന്ന് തീരുമാനിച്ചു. ഈ അടിയന്തര ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇനി ഭാവിയിൽ വേണ്ടി വന്നേക്കും എന്നൊരു സൂചന കൂടി അതിനകത്ത് ഉണ്ട്. ഇത് കേട്ടപ്പോഴേ, ഈ റിപ്പോർട്ട് വായിച്ചപ്പോഴ് ഒരു പഴയ കഥയാണ് ഓർമ്മ വന്നത്. അതായത് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ട് ഈ ഐസ്ക്രീം കേസ് അങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന സമയത്ത് അദ്ദേഹം വിദേശത്ത് നിന്ന് കോഴിക്കോട് വിമാനത്താവളത്തിൽ തിരിച്ചു വന്നിറങ്ങുന്നു. എനിക്ക് തോന്നുന്നത് ഹജ്ജോ അല്ലെങ്കിൽ ഉംറയോ അതുപോലെയുള്ള ഒരു മതപരമായ ചടങ്ങിൽ പങ്കെടുത്തിട്ട് വന്നതാണെന്നാണ് ഓർമ്മ. പക്ഷെ കോഴിക്കോട് വലിയ പ്രശ്നങ്ങളുണ്ടായി, വിമാനത്താവളത്തിലെ സംഘർഷമൊക്കെ ഉണ്ടായി. ഇത് പെരുപ്പിച്ചത്, ഈ കേസ് പെരുപ്പിച്ചത് ഇന്ത്യ വിഷൻ ആയിരുന്നു. MK മുനീറിന്റെ ഉടമസ്ഥയിലുള്ള ഇന്ത്യ വിഷൻ. അന്ന് അവരെ കൊടുത്ത ഒരു സ്ക്രോള്, അല്ലെ അവര് സ്ക്രീനിൽ കൊടുത്ത ഒരു വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. വലിയ സംഘർഷം നടക്കുക. അതിനിടയിൽ ഒരു വാചകം ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുന്നത്, മന്ത്രി MK മുനീർ സുരക്ഷിതൻ. അദ്ദേഹത്തിന്റെ സുരക്ഷത്തെ കുറിച്ച് ആരും സംശയം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തെ ആരെങ്കിലും ആക്രമിക്കും എന്ന് ആരും ആ ദിവസം അല്ലെങ്കിൽ ആ സന്ദർഭത്തിൽ ചിന്തിക്കുന്നതേയില്ല. പക്ഷെ വളരെ നിർദോഷമായ ഒരു സ്ക്രോളാണ്, മന്ത്രി MK മുനീർ സുരക്ഷിതൻ. നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴേ കുഞ്ഞാലിക്കുട്ടിയെ എന്ന ഈ ഐസ്ക്രീം കേസിന്റെ പേരിൽ വേട്ടയാടിയതും അന്നത്തെ UDF സർക്കാരിനെ വലിയ പ്രതിസന്ധിയിൽ നിർത്തിയതൊക്കെ ആരായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു എന്നൊക്കെ
ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ പറയുന്നില്ല, പിന്നീട് പറയേണ്ടി വന്നേക്കാം. മന്ത്രി വീണ ജോർജിന്റെ പിടലിയുമായി ബന്ധപ്പെട്ട ഈ നാടകം അങ്ങനെ പുരോഗമിക്കുന്നതിനിടയിൽ ഇതിന്റെ വേദി മാറിയെങ്കിലും നമ്മൾ മറക്കരുതാത്ത ഒരു കാര്യമുണ്ട്. ഈ നാടകം അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ചികിത്സാ രംഗം, പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജുകളിലെ ചികിത്സ ഇന്ന് വലിയ അത്യാസന്ന നിലയിൽ എത്തി നിൽക്കുന്നു. വെന്റിലേറ്ററിലാണ് മെഡിക്കൽ കോളേജുകൾ എന്ന് പറയേണ്ടി വരുന്നു. അതായത് ഡോക്ടർമാരുടെ സമരത്തെ തുടർന്ന് ഇപ്പോൾ OP നടക്കുന്നില്ല, ശസ്ത്രക്രിയ നടക്കുന്നില്ല, സമരം തീർക്കാനുള്ള യാതൊരു ചർച്ചകളും ഗവൺമെന്റ് തലത്തിൽ നടക്കുന്നില്ല. ഒറ്റ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് സാധാരണഗതിയിൽ ഈ സമരത്തിന് മുമ്പ് 4300 രോഗികൾ OP വിഭാഗത്തിൽ എത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് വെറും 2300 മാത്രം, ഏതാണ്ട് പകുതി. ദിവസവും ശരാശരി 100 ശസ്ത്രക്രിയകൾ നടക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ നടക്കുന്നത് 8 ശസ്ത്രക്രിയകളാണ്. അതാണ് പറഞ്ഞത്, വീണ ജോർജിനെ വെച്ചുകൊണ്ടുള്ള നാടകം, രാഷ്ട്രീയ നാടകം പൊടിപിടിക്കുമ്പോൾ നമ്മുടെ രോഗികൾ, സാധാരണക്കാരാ, പണമുള്ളവര് സ്വകാര്യ ആശുപത്രികളിൽ പോകും. സാധാരണ രോഗികള് മരണവേദന അനുഭവിക്കുകയാണ്. പിണറായി വിജയനും നമ്മുടെ മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലും തമ്മിലുള്ള അഭിമുഖ സംഭാഷണവും പിണറായിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള സ്റ്റീവൻ ദേവസിന്റെ പാട്ടുമൊക്കെ അരങ്ങ് കൊഴിപ്പിക്കുമ്പോൾ സാധാരണക്കാരായ രോഗികളുടെ കാര്യം നോക്കാൻ കേരളത്തിൽ ആരും ഇല്ല.